കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് വൈഹോസ്റ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അതിലേക്ക് സൈനപ്പ് ചെയ്യേണ്ടതും പിന്നെ നമ്മുടെ പ്രോപ്പർട്ടീസ് എങ്ങനെ ആഡ് ചെയ്യാം, അതേപോലെ തന്നെ പ്രോപ്പർട്ടിയിലുള്ള റൂംസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് കൺഫർമേഷൻ വൗച്ചർ ഇതിൽ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുന്നേ എന്താണ് കൺഫർമേഷൻ വൗച്ചർ എന്നുള്ളതും അതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റാണ് നമുക്കുള്ളതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇൻട്രഡക്ഷൻ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. കാരണം ഒരു കൺഫർമേഷൻ വൗച്ചർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു ഫേസാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു കൺഫേംഡ് ആയിട്ടുള്ളൊരു ബുക്കിംഗ് വന്നു കഴിഞ്ഞെന്ന് വെച്ചു, അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ കസ്റ്റമർക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പേര്, അതിൻ്റെ അഡ്രസ്സ്, ലോഗോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രൊഫഷണലായിട്ടൊരു കൺഫർമേഷൻ വൗച്ചർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കസ്റ്റമർക്ക് നിങ്ങളോടുള്ള ട്രസ്റ്റ് വർദ്ധിക്കും. അതിന് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ആ ഒരു കൺഫർമേഷൻ വൗച്ചർ. മാത്രമല്ല, ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് കസ്റ്റമേഴ്സ് കൂടുതൽ അവരുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറവുണ്ടെങ്കിൽ ബഡ്ജറ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ മറ്റോ വരുവാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇതിൽ നോട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ട് ആ സമയത്ത് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ ഈ കൺഫർമേഷൻ വൗച്ചർ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ഈ ഡാറ്റ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഈ ഒരു ക്ലൗഡിൽ കൃത്യമായിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കും. നാളെ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് മാർക്കറ്റ് ചെയ്യാനൊക്കെ നിങ്ങളെ ഹെൽപ്ഫുള്ളാകും. അപ്പോൾ ഒരു പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് അത് ഏത് കാറ്റഗറിയിലുള്ള പ്രോപ്പർട്ടി ആയിക്കോട്ടെ, നിങ്ങൾ കൺഫർമേഷൻ വൗച്ചർ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനാദ്യം നമ്മൾ നമ്മുടെ ഈ ഒരു അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവുക. അതിൽ വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ വരാം. ഇനി അതല്ലെങ്കിൽ ഡാഷ്ബോർഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്രിയേറ്റ് വൗച്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഗസ്റ്റിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ മിസ്റ്റർ എക്സ്, ആ ഗസ്റ്റിൻ്റെ ഒരു നമ്പർ കൊടുക്കുന്നു, ഗസ്റ്റിൻ്റെ പ്ലേസ് കൊടുക്കുന്നു, ആ ഗസ്റ്റ് ഏത് ടൈപ്പ് ഓഫ് ഗസ്റ്റ് ആണെന്ന്. അപ്പോൾ കപ്പിളാണെങ്കിൽ കപ്പിൾ എന്ന് സെലക്ട് ചെയ്യുക, ഫാമിലി ആണെങ്കിൽ അത് കൊടുക്കുക. ഇനി ആ ഒരു ഗസ്റ്റ് VIP ആയിട്ടുള്ള എന്തെങ്കിലും ഗസ്റ്റ് ആണെങ്കിൽ ഹയർ പ്രയോറിറ്റി ഒക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അത് മാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഓഫീസിലേക്കായിരിക്കും ഈ ക്രിയേറ്റ് ചെയ്യുന്ന വൗച്ചറിൻ്റെ ഡാറ്റ പോകുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു ചെക്ക് ഇൻ ടൈമിൽ ഇവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കണം എന്നുള്ളത് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് സജഷൻസ് പോകും. ഓപ്പറേഷൻ മാനേജർക്കാണെങ്കിലും ഹൗസ് കീപ്പിങ്ങിലൊക്കെ ആണെങ്കിലും ഈ ഡാറ്റ പ്രോപ്പറായിട്ട് പാസ് ചെയ്തോളൂ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ആ കസ്റ്റമർ കുറച്ചുകൂടെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഈ ഗസ്റ്റിൻ്റെ ചെക്ക് ഇൻ ഡേറ്റ്, ഇപ്പോൾ ഇന്നാണ് ചെക്ക് ഇൻ ഡേറ്റ്, നാളെ ചെക്ക് ഔട്ട് ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ചെക്ക് ഇൻ ടൈമും അതേപോലെ തന്നെ ചെക്ക് ഔട്ട് ടൈമും ഇതിൽ ഓൾറെഡി നമ്മൾ എൻ്റർ ചെയ്തുകൊണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ വന്നോളും. എക്സ്ട്രാ അഡൽട്ടിൻ്റെ പ്രൈസും പിന്നെ എക്സ്ട്രാ കിഡിൻ്റെ പ്രൈസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വന്നോളും. പിന്നെ നമ്മൾ നമ്പർ ഓഫ് അഡൽട്സിൻ്റെ എണ്ണം കൊടുക്കുന്നു. കപ്പിൾസാണ്, വേറെ കിഡ്സോ കാര്യങ്ങളോ ആരുമില്ല. നമ്മളിവിടെ റൂം വിത്ത് ഏത് പ്ലാനിലാണ്, അതായത് ഫുഡിൻ്റെ പ്ലാനാണ് കൊടുക്കേണ്ടത്. CP ആണോ, അതായത് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണോ, MAP ആണോ, AP ആണോ, ഈ പ്ലാൻ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. ഇനി അവർ സെലക്ട് ചെയ്ത റൂം ഏതാണ്. ഇതിൽ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള 1 BH പ്രൈവറ്റ് പൂൾ വില്ലയാണ്. അതിൻ്റെ പ്രൈസ് എത്രയാണ് 1 നൈറ്റ് വരുന്നത്. അത് 2 നൈറ്റ് ആണെങ്കിൽ 2 നൈറ്റ് കൊടുക്കുക. അപ്പോൾ ചെക്ക് ഇൻ ഡേറ്റും ചെക്ക് ഔട്ട് ഡേറ്റും മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ പ്രൈസ് താഴെ കൊടുത്തിട്ടുണ്ടാകും. ഇനി അവർ എത്രയാണ് നമുക്ക് അഡ്വാൻസ് തന്നെന്നുള്ള ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ്, അവർ UPI വഴിയാണോ, കാർഡ് ഉപയോഗിച്ചിട്ടാണോ, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയാണോ, ഏത് രീതിയിലാണോ അവർ നമുക്ക് പേയ്മെൻറ്റ് തന്നിട്ടുള്ളത് അത് പ്രോപ്പറായിട്ട് അതിൽ സെലക്ട് ചെയ്യാം. ഇനി ഈ ഒരു ഗസ്റ്റ് വന്നിട്ടുള്ളത് ട്രാവൽ ഏജൻറ്റ് വഴിയാണെങ്കിൽ ഇവിടെ നമുക്ക് ട്രാവൽ ഏജൻറ്റിൻ്റെ പേര് സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അത് ഞാൻ അടുത്ത ഒരു ട്യൂട്ടോറിയലിൽ എങ്ങനെയാണ് ഈ ട്രാവൽ ഏജൻറ്റിനെ ആഡ് ചെയ്യേണ്ടത്, അതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് ഈ ഒരു വൗച്ചർ നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൗച്ചർ എന്തായി, ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ക്രിയേറ്റ് ആയിട്ടുള്ള വൗച്ചറിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ചെക്ക് ഇൻ ഡേറ്റ് ഏതാണ്, ചെക്ക് ഔട്ട് ഏതാണ്, നമ്പർ ഓഫ് അഡൽട്സ് എത്രയാണ്, അവരുടെ ഫോൺ നമ്പർ, അവരുടെ പേര്, അവർ ഏത് പ്ലാനാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്, ഏത് റൂമാണ്, ടോട്ടൽ എമൗണ്ട് എത്രയായി, അഡ്വാൻസ് എത്ര തന്നിട്ടുണ്ട്, ഇനി ബാലൻസ് എമൗണ്ടിന് എത്ര കിട്ടാൻ ബാക്കിയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ മുഴുവനായിട്ട് ഈ വൗച്ചറിൽ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ അവർക്ക് ഈ ഒരു വൗച്ചറിൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടീൻ്റെ ലൊക്കേഷനും ഇതിൽ ആഡ് ആയിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഗൂഗിൾ മാപ്പിൽ ഈ ഒരു ലൊക്കേഷൻ ഓണായി കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വൗച്ചറിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അഡ്വാൻസ് എത്രയാണ് പേയ്മെൻറ്റ് തന്നിട്ടുള്ളത് എന്നുള്ളതും, അതേപോലെ തന്നെ ഇനി ബാലൻസ് എമൗണ്ട് എത്ര നിങ്ങൾക്ക് കിട്ടാനുണ്ടെന്നുള്ളത്. ഇത് ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഈ ഓപ്പൺ ഫോളിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് വന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റർ ചെയ്തിരിക്കുന്ന ഡാറ്റ മുഴുവനും ഈ ഒരു ഇൻ്റർഫേസിൽ കൊടുത്തിരിക്കുന്നത് കാണാം. ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ മാത്രം ഈ ഓപ്പൺ ഫോളിയോ ഇമ്പോർട്ട് 5000 എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരുന്നത് കാണാം. അതായത് ഓൾറെഡി നമ്മൾ 5000 കളക്ട് ചെയ്തിട്ടുണ്ട്, ഇനി ബാലൻസ് ഇനി എത്ര എമൗണ്ട് നമുക്ക് കിട്ടാനുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ജസ്റ്റ് നമ്മൾ അടുത്ത് വരുന്നു, അവർ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ബാലൻസ് എമൗണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളക്ട് എന്ന് പറയുന്ന ബട്ടൺ കൊടുത്തിട്ട് അവർ UPI ആണോ കാർഡാണോ അല്ലെങ്കിൽ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്താണല്ലോ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അതിൻ്റെ റെഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. റെക്കോർഡ് 7500 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡ് ആകുന്ന രീതിയിലേക്ക് അത് മാറി. ഓക്കെ, ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഫ്രണ്ട് ഓഫീസ് അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കൺഫർമേഷൻ വൗച്ചറിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കാണാൻ പറ്റുന്ന ഡാറ്റകൾ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ കൺഫർമേഷൻ വൗച്ചർ നമ്മളിപ്പോൾ പ്രീവിയസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് ഡാറ്റാസ് ഇതിലുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എൻട്രി ചെയ്യുന്ന ഡാറ്റ വെച്ചിട്ടായിരിക്കും നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ കംപ്ലീറ്റ് പെർഫോമൻസ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ഈ വൗച്ചറിൻ്റെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ടോട്ടൽ പെർഫോമൻസ് കാണാനുള്ളൊരു ഓപ്ഷൻ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ക്ലയൻറ്റ് സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്, അത് ഫാമിലി ആണോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഗ്രൂപ്പ് ആണോ കപ്പിൾസ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെയുള്ള ഈ അനലിറ്റിക്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ആണോ ഉള്ളത് അല്ലെങ്കിൽ ഏജൻറ്റ് ത്രൂ വരുന്ന കസ്റ്റമേഴ്സ് ആണോ കൂടുതൽ എന്നുള്ളത് ഇതിൽ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടാകും. ഈ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഈ ഒരു അനലിറ്റിക്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങുമ്പോൾ എവിടെ ഫോക്കസ് ചെയ്തിട്ട് കൂടുതലായിട്ട് മാർക്കറ്റ് ചെയ്യണമെന്നും ഏത് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഏത് പ്ലേസിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഈ അനലിറ്റിക്സിലുണ്ടാവും. അതിന് നിങ്ങൾക്ക് ഈ കൺഫർമേഷൻ വൗച്ചർ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് കൺഫർമേഷൻ വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ ചോദിച്ചെന്ന് വരാം, ഞങ്ങൾക്ക് ഇൻവോയ്സ് വേണം, അത് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണൊക്കെ. അപ്പോൾ ഈ ഇൻവോയ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതല്ലെങ്കിൽ ഇൻവോയ്സ് എന്ന് പറയുന്ന ഈ ബില്ല് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അത് ഇപ്പോൾ വിത്ത് GST ആണെങ്കിലും വിത്തൗട്ട് GST ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ GST ഫയലൊക്കെ ചെയ്യണമെങ്കിൽ ഈ വൗച്ചേഴ്സൊക്കെ ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ നമ്മൾ അടുത്ത ട്യൂട്ടോറിയൽ ആഡ് ചെയ്ത് പറയുന്നതായിരിക്കും.